സാറിവിടെ? ഞാൻ വെറുതെ വരൂ. സാർ എവിടെയായിരുന്നു? സാർ എവിടെയായിരുന്നു? സാർ ഈ വാതിലിൽ കൂടെ കയറിയപ്പോ ഞാൻ ആ വാതിലിൽ കൂടെ അങ്ങോട്ട്. അപ്പൊ ഞാൻ ആ വാതിലിൽ കൂടെ കയറി പിന്നെ ഈ വാതിലിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി കയറി വന്നു. നമുക്ക് താഴെ ഇരിക്കാം. പടി കയറി വന്നല്ലേ, ഇനി വീടൊക്കെ ഒന്ന് കണ്ടല്ല. അല്ല, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ ഒന്നും തന്നെ ഇല്ല സാർ. അല്ല, ഇവരുടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ. ദേവു, 2 ചായ വേണം. സാർ, ഈ മുറിയില് ഇന്ന് വരെ ആരും അങ്ങനെ വരികയോ ഉറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല സാർ. ചുമ്മാ മുറിയല്ലേ? ചുമ്മാ മുറി. ഈ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ? എല്ലാം നല്ല ആളുകളാണ് സാർ. അതായത് ഈ പ്രദേശത്തുള്ള എല്ലാരും എന്നെ പോലെ അന്തസ്സും മാന്യതയും ഒക്കെ ഉള്ളവരാണ് സാർ. സത്യത്തിൽ മക്കളില്ലാത്ത എനിക്ക് അവരൊക്കെയാണ് സാർ ഏക ആശ്വാസം. അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ, ഈ കുഷ്ഠരോഗ ആശുപത്രിയും അനാഥ മന്ദിരവുമാണ് ഏക ആശ്വാസം എന്ന്. അത് വേറൊരു ആശ്വാസം. എനിക്ക് സാറിനെ വളരെ ഇഷ്ടപ്പെട്ടു. സ്വന്തം അച്ഛനോടൊക്കെ തോന്നുന്ന ഒരു തരം സ്നേഹം. സാറിനെ കാണാൻ വേണ്ടി എന്റെ മനസ്സ് എപ്പോഴും വെമ്പൽ കൊള്ളുന്നു. ഞാൻ എപ്പോഴും ഈ വീട്ടിൽ വന്നോട്ടെ. പിന്നെന്താ, മക്കളില്ലാത്ത എനിക്ക് ഇതും ഒരു ആശ്വാസമായിരിക്കും. കറക്റ്റ്. ഈ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പം എന്തൊരു മനോഹാരിത. ഈ മുറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതെന്റെ സ്വന്തം കമ്പിളിയാ. ഞാൻ പതിവായിട്ട് പറയാറുള്ളതാ. ഇവിടെ തന്നെ. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, പറഞ്ഞതേ ഉള്ളൂ. അമ്മ ഒരെ കഴുതകളെ പിടിച്ച് ജോലിക്ക് എടുത്തു. ഈ റാസ്കൽ കഴുതയില്ല സാർ, ഈ റാസ്കൽ കോവർ കഴുതയാണ്. ഇങ്ങനെയാണോ ഒരു മാന്യന്റെ മുറിയിലേക്ക് ചായ കൊണ്ടുവരുന്നത്? എന്ത് എന്നെ കൊല്ല്. ഇനി തടി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഈ അലമലാതി സീനികളുടെ ജോലിക്ക് വന്ന് എനിക്കിത് കിട്ടണം. താമു, തോന്നിയ ദിവസം പറയരുത്. ഞാൻ ഇനി തോന്നിവാസേ പറയൂ. മുഖം മൂടി വെച്ച് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കൊലപാതകയായിരിക്കുമെന്ന്. കൊലപാതകൾ വന്നാൽ അവരുടെ ആളാന്ന് കരുതിക്കോട്ടെന്ന് വിചാരിച്ച് എടുത്തിട്ടതാ, എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ. നീ മണ്ടനാണ് താമു. നിങ്ങളാ മണ്ടന്മാര്. കുറെ കാലമായാലോ പരക്കമായം തുടങ്ങിയിട്ട്. എന്ത് തേങ്ങ ഇതുവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്? ഷട്ടപ്പ് താമു. എടുത്തു. എനിക്ക് ജീവിതം എടുത്തു. എവിടെ നിന്റെ മുടിയും താടിയും? നീ ഒരു നയവഞ്ചകനാണ്. തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ്. ഞാൻ കോവർ കഴുതിയാണെങ്കിൽ നീ ഹിപ്പോപ്പൊട്ടാമസാണ്, കണ്ടാമൃഗമാണ്. അയാൾ എന്നെ തല്ലിയപ്പോ നീ ഒരു ചെറുവിരൽ അനക്കിയോ? നീ വേഷം മാറി നടക്കുമ്പോ ഞാൻ ഈ തല്ലിപ്പൊളി വേഷത്തിന് ഞാൻ ഇല്ലടാ. പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. ഞാൻ മദുരാശിയിലേക്ക് പോവുക. അവിടുത്തെ വല്ല ലോക്കൽ കേസുകളൊക്കെ അന്വേഷിച്ച് ഒരു സാധാ സിഐഡിയായി ഞാൻ ജീവിച്ചോളാം. ചെല്ലേ, മദുരാശിയിലേക്ക് ചെല്ലേ. നിന്നെയും കാത്ത് അനന്തൻ നമ്പ്യാർ അവിടെ ഇരിപ്പുണ്ട് കൊല്ലാൻ. അനന്തൻ നമ്പ്യാരോ? അതേടാ, നമ്പ്യാർ ജയിലിയാടി. എന്റെ ഈശ്വര, എവിടെ നിന്നൊക്കെ കള്ളി ഇല്ലാതായോ? ആയി വിജയ, ഇവിടുത്തെ കേസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ മന്ത്രിയോട് പറഞ്ഞ് നമുക്ക് ഇവിടെ പോലീസാകാം. മദ്രാശിയിൽ ചെന്നാൽ അനന്തൻ നമ്പ്യാർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. തമിഴ്നാട് സിഐഡി മിസ്റ്റർ രാംദാസ് ഹിയർ. ആര്, മിനിസ്റ്ററോ? ഗസ്റ്റ് ഹൗസിലോ?
ഓ വരാം. ആ ഉടനെ വരാം. സ്റ്റേറ്റ് പോലീസ്, തമിഴ്നാട് CID ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. കേസിന് വല്ല പുരോഗതി ഉണ്ടോ അത് പറ. കേസ് വളരെ വളരെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. സ്റ്റേറ്റ് പോലീസ് പറയുന്ന പോലെ സംശയം തോന്നുന്ന ആളെ ഇപ്പൊ തന്നെ പോയി അറസ്റ്റ് ചെയ്യാൻ സാർ ഞങ്ങളോട് പറയരുത്. നിങ്ങൾ ആരെ സംശയിക്കുന്ന പറയുന്നത്? ആള് ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് സാർ. ആര്, ഞാനോ? അല്ല, ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ. ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ ചില തെളിവുകൾ കാണിക്കാം. കോൺസ്റ്റബിൾ, സോറി ശരി മിസ്റ്റർ വിജയൻ, ഓപ്പൺ ദ ബോക്സ്. പെട്ടി തുറക്കൂ. ഇത് അതിഭയങ്കരമായ ഒരു തെളിവാണ് സർ. സോറി, ഫിംഗർ പ്രിന്റ്സ്. ബാറ്റക്കാരാണോ കൊലപാതകികൾ? അല്ല സാർ, ഇനി മറ്റൊരു തെളിവും കൂടിയുണ്ട്. ഒരു മുഖം മൂടി. ഇനി ഒരേ ഒരു തുമ്പും കൂടി കിട്ടിയാൽ ഈ കേസിലെ എല്ലാ പ്രതികളെയും ഞങ്ങൾ അതോടെ പൂട്ടും. എന്ത് തുമ്പ്? കുറ്റവാളിയുടെ രക്തം. ഇനി അത് മാത്രമേ കിട്ടാനുള്ളൂ. രക്തമെടുക്കാനുള്ള സിറിഞ്ചും ക്ലോറോഫോമും ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മദിരാശിയിലെ ആരൊക്കെയോ പിടിച്ചു എന്നോ കമത്തി എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടുള്ളത്. എനിക്ക് വിശ്വാസം വരുന്നില്ല. അസംബ്ലി കൂടാൻ പോവുക. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞാനാ, നിങ്ങളല്ല. എത്രയും പെട്ടെന്ന് കേസ് തെളിയിച്ചില്ലെങ്കിൽ ഖജനാവിന് വരുത്തി വെച്ച നഷ്ടത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഉദരന്നൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് കൊല്ലപ്പെട്ട രാജേന്ദ്രൻ എന്ന SA നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതൊരു കൊലപാതകമല്ല, സ്വാഭാവിക മരണം മാത്രമാണെന്ന് നിങ്ങൾ വരുത്തി തീർത്തു. അയാളുടെ കുടുംബത്തിന് ആനുകൂല്യങ്ങൾ നിഷേധിച്ചു. 2 വർഷത്തെ സർവീസ് തികയാൻ 2 ദിവസം കൂടി വേണമെന്ന് പറഞ്ഞ് അയാളുടെ വിധവയ്ക്ക് ജോലി നിഷേധിച്ചു. പാവങ്ങളായതുകൊണ്ട് അവർക്ക് കേസ് നടത്താൻ കഴിഞ്ഞില്ല. ആദ്യം അവർക്ക് നീതി നൽകൂ, പിന്നീട് അവർ കേസ് അന്വേഷണം മാസ്റ്ററും ഒക്കെ. കമാൻ. പെട്ടെന്ന് മനസ്സിലായി. ഒരു നിമിഷം. ഇപ്പൊ വരാം. ഏതോ പരസ്യചിത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോഡലിനെ പോലുണ്ട്. ഈ വേഷം കണ്ടിട്ടാണോ? CIDകളുടെ ഒരു അന്തർദേശീയ വേഷമാണിത്. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഓർക്കുന്നില്ല. ഇനി ശ്രദ്ധിച്ചോളൂ. പിന്നെ മിനിസ്റ്ററോട് ഞാൻ കുറച്ച് ചൂടായി. ഏത് മിനിസ്റ്റർ? ഹോം മിനിസ്റ്റർ. ശോഭയുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നം ഞാനൊന്ന് പഠിക്കട്ടെ എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളതാ. ഇനി എന്നാണാവോ ഇവരൊക്കെ പഠിക്കുക? ശോഭ സമാധാനമായിട്ടിരിക്കൂ, എല്ലാം ശരിയാകും. ആരാ ആ കൗണ്ടറിൽ നിൽക്കുന്ന കള്ളത്താടിക്കാരൻ മൊട്ട? എവിടെ? ലെഫ്റ്റില്. അയ്യോ, അത് ഇവിടുത്തെ ജോലിക്കാരനാ, പാവാ. അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ CIDs വേഷം മാറുന്ന പോലെ കള്ളക്കടത്തുകാരും വേഷം മാറും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ.